അതേപോലെ തന്നെ ഇതാ നമ്മുടെ മസാല, നമ്മുടെ മസാല അതിനകത്തോട്ട് ഇടുക. പിന്നെ നമ്മളെ തക്കാളിയും കൂടെ എല്ലാം ഒരുമിച്ചാണ്. പിന്നെ ഉരുളക്കിഴങ്ങും ഇനി നമ്മുടെ രണ്ടാം പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മളിത് വേവാൻ വെക്കുവാണേ. അപ്പൊ ഇതൊരു 4 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കാം അല്ലേ? വെള്ളയപ്പാണോ? വെള്ളയപ്പം, മുട്ട വെള്ളയപ്പം. മുട്ടേ? യെസ്, ഭഗവാൻ, ഇതിലും ഭേദം പിള്ളേരെ കൊണ്ടിരുത്തുന്നതായിരുന്നു. അല്ല, മുട്ട നമ്മൾ ഇനി ഇടും. മുട്ട ഇടാറായില്ല. ഇപ്പോഴാണ് അത് വെറൈറ്റി ആവാൻ പോണത്. ഓ, മുട്ട അതിന് മേളിലോട്ട് ഒഴിക്കുവോ? അത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അല്ലേ? ഇതൊരു കിടിലൻ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ മലബാറി ഫേമസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കൊടുക്കുന്ന ഒരു ഐറ്റമാണിത്. മുട്ട പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് അതും ഒരു കറക്കും. ഉഗ്രൻ ടേസ്റ്റാ. നമ്മുടെ ഫസ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി. മുട്ടയപ്പം എങ്ങനെയാണ് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ്. ഇനി ഇതിന് മേലെ കൂടെ ഇച്ചിരി നമ്മൾ കുരുമുളകും കൂടെ ഇടുക. ചുമ്മാ അങ്ങ് കഴിക്കാൻ തന്നെ എന്താ ടേസ്റ്റ് അറിയാം. കറി ഓൾമോസ്റ്റ് റെഡിയായി, ഒന്നായി. ഇനി ഒരു 3 വിസിലും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതങ്ങ് താളിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1-ാം പാലും കൂടെ ഒന്ന് ഒഴിക്കും. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. എന്തൊരെളുപ്പം. മറ്റതിരുന്ന് ഇളക്കി മസാലകളൊക്കെ കുറെ മസാലപ്പൊടികളും ഇടും. അപ്പൊ നമ്മൾ ഈ ഡക്ക് വേവുന്ന സമയത്ത് ഞാനൊരു പെട്ടെന്ന് നമ്മളൊരു വിന്നേഴ്സ് റെസിപ്പി കാണിച്ചു തരാം. നമ്മൾ എല്ലാ ആഴ്ചയും നമുക്ക് എക്സോ ലഞ്ച് ബോക്സ് കോൺടെസ്റ്റ് നടത്താറുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ തന്നെ ഒത്തിരി റെസിപ്പീസ് അയക്കാറുണ്ട്. അതിനകത്ത് നമ്മൾ എപ്പോഴും ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കും. അപ്പൊ അവരുടെ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ ഇതൊരു ഈസി ഫ്രൈഡ് റൈസ് ആണ്. കാണിച്ചേട്ടെ പെട്ടെന്ന്. ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടോ? കഴിക്കാനും ഈസിയായിട്ട് കുക്ക് ചെയ്യാനും പറ്റും. കുക്ക് ചെയ്യാൻ വേണ്ട, വേണ്ട, കഴിച്ചാൽ മതി അല്ലേ? നമ്മൾ ചോറ് ഓൾറെഡി ഞാൻ ബോയിൽ ചെയ്ത് വെച്ചു. എന്ത് റൈസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സവാള, പിന്നെ 3 തരം ക്യാപ്സിക്കം, പിന്നെ ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് മാത്രം നമ്മൾ ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കൂടെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പനീറുണ്ട്. പനീർ പക്ഷെ വെറുതെ അല്ല ഇട്ടിരിക്കണേ, ഇത് ഗ്രിൽ ചെയ്തിട്ടുള്ള പനീറാണ്. ഓൾറെഡി നമ്മൾ പാൻ ഗ്രിൽ ചെയ്തിട്ടുള്ള പനീർ ഇതും. പിന്നെ ലാസ്റ്റ് അതിന്റെ സൈഡ് വെക്കാൻ മാത്രം ഡേറ്റ്സ്. അപ്പൊ നമ്മുടെ മപ്പാസ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ കുക്കർ തുറക്കണേനെക്കാട്ടി മുന്നേ ഇതൊന്ന് ഇത് ചെയ്യാം. ഇത് കണ്ടോ ഈ പാത്രം? ഇതൊക്കെ ഞാൻ എൻ്റെ കിച്ചണിൽ ഉപയോഗിക്കുന്ന നോൾട്ടയുടെ പാത്രങ്ങളാണ്. അടുക്കള, അതെ, വീടാകുന്നോട്ട് എൻ്റെ അടുക്കള കൊട്ടാരമാക്കി മാറ്റുന്നതാണ് എൻ്റെ നോൾട്ട പാത്രങ്ങളെല്ലാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൻ ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കാം. അത് മിൽമ നെയ്യാണ് കേട്ടോ. കേരളം കണി കണ്ടുണരുന്ന നന്മ. വെരി ഗുഡ്. ഇതിനകത്തോട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒക്കെ സോട്ടേ ചെയ്യാൻ വേണ്ടി ഇടും. നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ കോൺടെസ്റ്റ് വിന്നേഴ്സിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ സൂര്യ ടി വിയുടെ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഒന്നും കൂടി വീണ്ടും പോയി കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പേജസിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ കാണാൻ പറ്റും. ആഴ്ചത്തെ വിന്നേഴ്സ് റെസിപ്പി ഇത് ആരുടെ റെസിപ്പിയാണെന്നറിയോ? സുമ ജയറാമിൻ്റെ ആണ്. ആറ്റിങ്കൽ നിന്നുള്ള സുമ ജയറാമിൻ്റെ ഈസി ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പി നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. പിന്നെ ഞങ്ങളെ വിന്നറാക്കോ? ഇത് റെഡിയായി, വഴറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ വെന്ത് വെച്ച ചോറ് ഇടണം.